ഉമ്മൻചാണ്ടി പിണറായി സർക്കാരുകളെ താരതമ്യം ചെയ്ത് പത്രങ്ങളിൽ വന്ന PRD പരസ്യം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. UDF കാലത്തെ പവർക്കട്ടും പെൻഷൻ മുടങ്ങിയതും സ്കൂളുകൾ പൂട്ടിയതും തലക്കെട്ടാക്കി വാർത്തയെന്ന് തോന്നിക്കും വിധമാണ് ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ചത്. രണ്ടാം പേജിൽ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളും എല്ലാ പരിധികളും ലംഘിക്കുന്നതാണ് PRD പരസ്യമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രാവിലെ പത്രം തുറന്നവർ ഞെട്ടി. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്, കേരളം ഇനി ഇരുട്ടിൽ എന്നായിരുന്നു പ്രധാന വാർത്ത. ഇടതുവശത്തെ കോളത്തിൽ ഈ പേജ് PRDയുടെ പരസ്യമാണെന്നും പ്രസിദ്ധീകരിച്ചിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പ്രതിസന്ധികളും ദുരിതങ്ങളും എന്ന മട്ടിൽ വിവരിക്കുന്ന LDF പരസ്യമായിരുന്നു ഒന്നാം പേജിൽ. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം, 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ, സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം ട്രഷറി കാലി എന്നിങ്ങനെ അന്നത്തെ കാലത്തെ പ്രധാന വാർത്തകൾ എണ്ണിപ്പറഞ്ഞ ഒന്നാം പേജ്. പവർക്കെട്ടില്ലാത്ത 10 വർഷങ്ങൾ, ലാഭത്തിലേറി KSRTCയുടെ തിരിച്ചെഴുന്നള്ളത്ത്, മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എന്നിങ്ങനെ LDF സർക്കാർ വികസന നേട്ടങ്ങൾ രണ്ടാം പേജിൽ. ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പരസ്യം ഒഴിവാക്കിയെങ്കിലും ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമായി പരസ്യം മാറി. പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. PRD നടത്തിയത് ചട്ടലംഘനവും ധൂർത്തുമാണെന്ന വിമർശനം. PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും. ഭാവിയിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. പാവപ്പെട്ട തൊഴിലാളികൾ അവർക്ക് കൂലി വർധന ആവശ്യപ്പെടുമ്പോൾ നോ എന്ന് പറയുന്ന സർക്കാർ കോടാനുകോടി രൂപയാണ് ദൂർത്തടിച്ച് സ്വന്തം നഷ്ടപ്പെട്ട പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പരസ്യം പ്രസിദ്ധീകരിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നിയമ നടപടി സ്വീകരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പരസ്യമാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് PRDയുടെ വിശദീകരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.